all, welcome to Highwise Learning and myself Ranjusha Krishna. So, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് IGNOUടെ അണ്ടറിൽ mcom ചെയ്യുന്ന സ്റ്റുഡൻസിന് ഫസ്റ്റ് ഇയറിൽ വരുന്ന ഒരു സബ്ജക്റ്റാണ് എക്സ്പോർട്ട് ഇമ്പോർട്ട് പ്രൊസീജിയേഴ്സ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ. സോ ഈ ഒരു സബ്ജക്റ്റിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതെന്നാണ്. സോ ഈ ഒരു സബ്ജക്റ്റിൻ്റെ സബ്ജക്ട് കോഡായിട്ട് വരുന്നത് IBO4 എന്നാണ്. സോ IBO4 എക്സ്പോർട്ട് ഇമ്പോർട്ട് പ്രൊസീജിയേഴ്സ് ആൻഡ് ഡോക്യുമെൻറ്റേഷനിൽ എന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ബ്ലോക്കായിട്ട് വരുന്നത് എക്സ്പോർട്ട് ഇമ്പോർട്ട് ഡോക്യുമെൻറ്റേഷൻ ആൻഡ് പോളിസീസ് എന്നാണ്. സോ ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ കവർ ചെയ്യുന്നത് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടിൻ്റെ ഒരു റെഗുലേറ്ററി ഫ്രെയിം വർക്ക് എങ്ങനെയാണ്, അതുപോലെ തന്നെ നമ്മൾ ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച് എങ്ങനെയാണ് ചെയ്യുന്നത്, അതുപോലെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ്, അതുപോലെ എക്സ്പോർട്ട് സെയിൽ കോൺട്രാക്ട്സ് എന്തൊക്കെയാണ്, ഇങ്ങനെ തുടങ്ങി എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ട് വരുന്ന ലീഗലായിട്ടുള്ള അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ബ്ലോക്കിലാണ്. ദെൻ സെക്കൻഡ് ബ്ലോക്കിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ എങ്ങനെയാണ് എക്സ്പോർട്ടിങ് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയാണ് ഇമ്പോർട്ടിങ് ചെയ്യുക അതിൻ്റെ ഡോക്യുമെൻറ്റേഷനും അതിൻ്റെ റെഗുലേറ്ററി ഫ്രെയിം വർക്ക്സും ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് സെക്കൻഡ് ബ്ലോക്കിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അതിൻ്റെ ടേംസ് ഓഫ് പേയ്മെൻറ്റും അതിൻ്റെ ഫിനാൻസിങ് പ്രാക്ടീസസ് എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. സോ ആദ്യം നമ്മൾ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടിൻ്റെ കാര്യങ്ങളിലേക്ക് അതിൻ്റെ ഒരു ലീഗൽ ഫ്രെയിം വർക്കിലേക്ക് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു. അതിനുശേഷം അതിൻ്റെ ടേംസ് ഓഫ് പേയ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മളിവിടെ നോക്കുന്നു. സോ ഇവിടെ ബ്ലോക്ക് 2 വരുമ്പോൾ ഇമ്പോർട്ട് ഫിനാൻസിങ് ആവട്ടെ എക്സ്പോർട്ട് ഫിനാൻസിങ് ആവട്ടെ ഇതെല്ലാം എങ്ങനെയാണ് നമ്മൾ ചെയ്യുക, അതുപോലെ തന്നെ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം ഫോറിൻ എക്സ്ചേഞ്ച് അവിടെ ആവശ്യമാണ്. സോ എക്സ്ചേഞ്ച് കൺട്രോൾ റെഗുലേഷൻസ് എന്തൊക്കെയാണ് മുതലായ കാര്യങ്ങളും ഈ പറയുന്ന ഈ ഒരു സെക്കൻഡ് ബ്ലോക്കിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. സോ തേർഡ് ബ്ലോക്കിലേക്ക് കടക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് എക്സ്പോർട്ട് ഇമ്പോർട്ട് ട്രേഡ് ഓപ്പറേഷൻസിനെ കുറിച്ചാണ്. സോ എക്സ്പോർട്ട് ഇമ്പോർട്ട് ട്രേഡ് ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഷിപ്മെൻറ്റിലേക്കാണ്. സോ ഷിപ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിന് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിൽ നമ്മൾ ഷിപ്മെൻറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഷിപ്മെൻറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കസ്റ്റംസ് ക്ലിയറൻസ് ആവശ്യമായിട്ട് വരും. സോ കസ്റ്റംസ് ക്ലിയറൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കാർഗോസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഷുർ ചെയ്യുന്നുണ്ട്. സോ അതെങ്ങനെയാണ് ഇൻഷുർ ചെയ്യുന്നത്. സോ ഇത്തരത്തിലുള്ള ഈ ഒരു ഷിപ്മെൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ബ്ലോക്ക് 3 കവർ ചെയ്യുന്നത്. ആൻഡ് ഫൈനലി ബ്ലോക്ക് 4ലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സ്പോർട്ട് അസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് മെഷേഴ്സിനെ കുറിച്ചാണ്. അതായത് എക്സ്പോർട്ടിനെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൺട്രിയിലായാലും എല്ലാ കൺട്രീസിലും എക്സ്പോർട്ട് കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു എയിം. ബിക്കോസ് എക്സ്പോർട്ട് കൂടുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് വരുന്നു, കൂടുതൽ ഫോറിൻ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ കൂടുതൽ ഫോറിൻ കറൻസീസ് നമ്മുടെ കൺട്രിയിലേക്ക് വരും. സോ അപ്പോൾ എല്ലാ കൺട്രീസിനും എക്സ്പോർട്ട്സ് കൂടുതലായിട്ട് എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ എല്ലാം തന്നെ എയിം എന്ന് പറയുന്നത്. സോ ആ ഒരു രീതിയിൽ നമ്മുടെ കൺട്രിയിലായാലും തന്നെ എക്സ്പോർട്ട് അസിസ്റ്റൻസ് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിനുള്ള സപ്പോർട്ട് മെഷേഴ്സ് എന്തൊക്കെയെന്നുള്ളത് നമ്മൾ ഈ ഒരു ബ്ലോക്ക് 4 ഡിസ്കസ് ചെയ്യുന്നു. സോ ഞാനിവിടെ പറഞ്ഞതുപോലെ IBO4 എന്ന് സബ്ജക്ട് കോഡുള്ള ഈ ഒരു സബ്ജക്റ്റിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് പ്രൊസീജിയേഴ്സ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് 4 ബ്ലോക്സ് ആണുള്ളത്. ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ എക്സ്പോർട്ട് ഇമ്പോർട്ട് ട്രേഡിനെ കുറിച്ചും അതുപോലെ തന്നെ എക്സ്പോർട്ട് സെയിൽസ് കോൺട്രാക്റ്റിനെ കുറിച്ചും എക്സ്പോർട്ട് ഇമ്പോർട്ട് ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതും അതുപോലെ ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ചിനെ കുറിച്ചും പ്രോസസ്സിംഗ് ഓഫ് എക്സ്പോർട്ട് ഓർഡേഴ്സിനെ കുറിച്ചൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ബ്ലോക്ക് തന്നെ കുറച്ചൊരു വലിയൊരു ബ്ലോക്കാണ്. അവിടെ നമുക്ക് ഓൾമോസ്റ്റ് 5 യൂണിറ്റ്സ് നിങ്ങൾക്ക് അവിടെ വരുന്നുണ്ട്. ദെൻ സെക്കൻഡ് ബ്ലോക്കിലേക്ക് കടക്കുമ്പോഴായാലും കുറച്ചൊരു വലിയൊരു ബ്ലോക്കാണ്, നിങ്ങൾക്ക് അവിടെയും 5 യൂണിറ്റ്സ് ആണ് വരുന്നത്. സോ ഇവിടെ നമ്മൾ വരുന്ന ടേംസ് ഓഫ് പേയ്മെൻറ്റ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുക, എക്സ്ചേഞ്ച് കൺട്രോൾ റെഗുലേഷൻസ് എന്തൊക്കെയാണ്, എക്സ്ചേഞ്ചിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് വേണ്ടിയിട്ടുള്ള റെഗുലേഷൻസ് എന്തൊക്കെയാണ്, എക്സ്പോർട്ട് ഫിനാൻസ് എന്തൊക്കെയാണ്, എക്സ്പോർട്ട് ക്രെഡിറ്റ് ഇൻഷുറൻസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ ഇമ്പോർട്ട് ഫിനാൻസ് എങ്ങനെയാണെന്നുള്ളതും ഡിസ്കസ് ചെയ്യുന്നു. ദെൻ ബ്ലോക്ക് 3 and 4 എന്ന് പറയുമ്പോൾ 3ലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് 4 യൂണിറ്റ്സേ വരുന്നുള്ളൂ. ആ ഒരു 4 യൂണിറ്റ്സിൽ നമ്മൾ എങ്ങനെയാണ് ഷിപ്മെൻറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്, ഷിപ്മെൻറ്റ് ഓഫ് കാർഗോ എങ്ങനെ ചെയ്യുന്നു, കാർഗോനെ എങ്ങനെ നമ്മൾ ഇൻഷുർ ചെയ്യുന്നു, അതുപോലെ തന്നെ കസ്റ്റംസ് ക്ലിയറൻസ് എങ്ങനെ ചെയ്യുന്നു. സോ ഇൻ ടോട്ടൽ അതൊരു ഷിപ്മെൻറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ബ്ലോക്കാണ് ഈ ബ്ലോക്ക് 3 എന്ന് പറയുന്നത്. ആൻഡ് കമ്പാരിറ്റീവ്ലി ഏറ്റവും ചെറിയ ബ്ലോക്കായിട്ടുള്ള ബ്ലോക്ക് 4 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ സെറ്റപ്പ് ഫോർ എക്സ്പോർട്ട് പ്രൊമോഷൻസ് ഇൻ ഇന്ത്യയിൽ എക്സ്പോർട്ട് പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ സെറ്റപ്പ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എക്സ്പോർട്ട് അസിസ്റ്റൻസ് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഈ ഒരു എക്സ്പോർട്ട് അസിസ്റ്റൻസ് നമുക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതെല്ലാം തന്നെ ഈ ഒരു ബ്ലോക്ക് 4 ഡിസ്കസ് ചെയ്യുന്നത്. സോ IGNOUടെ അണ്ടറിൽ mcom ഓർ bcom അല്ലെങ്കിൽ BA MA സൈക്കോളജി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ ചെയ്യുന്നവരായിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിനും വേണ്ട ക്ലാസ്സസും അതിന് വേണ്ട നോട്ട്സും കാര്യങ്ങളും എല്ലാം തന്നെ ഹൈക്വൈസ് ലേണിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഹൈക്വൈസ് ലേണിംഗിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മുടെ ഹൈക്വൈസ് ലേണിംഗിൻ്റെ ആപ്ലിക്കേഷൻ അവൈലബിൾ ആയി കിട്ടുന്നതാണ്. ഇനി എന്തെങ്കിലും കൂടുതൽ ക്വയറീസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ കാണിച്ചിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക് യു സോ മച്ച്.